നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ബയാസോട് കൂടിയുള്ള ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഗ്ലോബൽ മാർക്കറ്റും അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഒക്കെ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവ് ബയാസോട് കൂടിയുള്ള ഫ്ലാറ്റ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് 0.26%, S&P 0.78%, നാസ്ഡാക്ക് 1.52% ഉയർന്നിരുന്നു. ടെക് സെക്ടറിലെ സ്റ്റോക്കായ NVIDIA ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ടാണ് നാസ്ഡാക്ക് 1.52% ഉയർന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ മെയ് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മോശമായതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രകടമായിട്ടുണ്ട്. ജോബ് ഓപ്പണിംഗ് ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടിയതുകൊണ്ട് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയേക്കും എന്നുള്ള ആശങ്കയാണ് മാർക്കറ്റിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇറാനും US തമ്മിൽ ദോഹയിൽ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് നടക്കും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ വന്നിരുന്നു. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഇറാൻ പങ്കെടുക്കില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും എണ്ണ ടാങ്കറുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി സുരക്ഷിതമായി കടന്നു പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഇടിഞ്ഞ് $73 പെർ ബാരൽ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നെറ്റ് സെല്ലറായി മാറിയിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഏകദേശം 2250 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6850 കോടി രൂപയുടെ ബൈയിങ് നടത്തിയെങ്കിലും നിഫ്റ്റിക്ക് 23900 എന്ന ലെവലിന് താഴെ മാത്രമേ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്കൊരു ബിയറിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇത് 24000 എന്ന ലെവൽ മാർക്കറ്റിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസായി മാറുന്ന സിറ്റുവേഷനിലേക്ക് മാർക്കറ്റിനെ എത്തിച്ചിട്ടുണ്ട്. 23850 50-ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചാണ്. ഇത് മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 23850 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് മാർക്കറ്റിൽ സെല്ലേഴ്സ് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റ കൂടി പരിചയപ്പെടാം. ഇന്ന് ഇന്ത്യയുടെ ജൂൺ മാസത്തെ PMI ഡാറ്റ പുറത്തു വരികയാണ്. അതുകൂടാതെ ഇന്ന് രാത്രി അമേരിക്കയുടെ PMI ഡാറ്റ പുറത്തു വരും. ഇത് രണ്ടും ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്ന ഡാറ്റ ആയതുകൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബോണ്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ബൈയിങ് നടത്തുന്നുണ്ട്. ബോണ്ട് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇതുവരെയും സെല്ലേഴ്സ് ആയിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ബയേഴ്സായി മാറിയിട്ടുണ്ട്. ബോണ്ട് മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് രൂപയുടെ മൂല്യം സ്റ്റേബിൾ ആകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചേക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് വിൻഫോൾ ടാക്സ് കട്ട്. ഡീസലിലും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അല്ലെങ്കിൽ ATFന് മുകളിലുള്ള വിൻഫോൾ ടാക്സ് ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. ഡീസലിൻ്റെ ടാക്സ് 14 രൂപയിൽ നിന്നും 8.5 രൂപയും ATFൻ്റെ ടാക്സ് 12.5 രൂപയിൽ നിന്നും 7.5 രൂപയിലേക്കും കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് റിലയൻസ് ഉൾപ്പെടെയുള്ള ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നെഗറ്റീവായി മാറിയതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം മൺസൂണിലുണ്ടായിരിക്കുന്ന ഡെഫിസിറ്റാണ്. എൽ നിനോ പ്രഭാവം കാരണം ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലഭിക്കേണ്ട മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. 165.3 mm മഴ ലഭിക്കേണ്ടതിന് പകരം 99.5 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് റെയിൻഫോളിൽ 39% ഇടിവിന് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ പ്രതികൂലമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് NTPC ഗ്രീൻ എനർജി. NTPC ഗ്രീൻ എനർജിയുടെ സബ്സിഡറി കമ്പനിയായ അയണ റിന്യൂവബിൾ പവർ എന്ന കമ്പനിക്ക് 193 മെഗാവാട്ട് ശേഷിയുള്ള ഒരു വിൻഡ് പവർ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. രണ്ടാമത്തേത് മാക്സ് ഹെൽത്ത് കെയർ എർവാഡ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 50% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തതുകൊണ്ട് മാക്സ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മുത്തൂറ്റ് മൈക്രോഫിൻ 3000 കോടി രൂപയുടെ ഫണ്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തൂറ്റ് മൈക്രോഫിൻ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് മഹാനദി കോൾ ഫീൽഡിൻ്റെ റെൻ്റൽ ബേസിസ് പ്രോജക്റ്റ് ലഭിച്ചതുകൊണ്ട് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. PFC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കാക്കിനാഡ ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് അമോണിയ ട്രാൻസ്മിഷൻ പ്രോജക്റ്റ് കമ്പനിക്ക് ലഭിച്ചതുകൊണ്ട് PFC എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. റിട്ടെയിൽ ലോൺ ഒറിജിനേഷൻ സൊല്യൂഷനിൽ നിന്നും 1,00,000
71,000 കോടി രൂപയുടെ ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ ലഭിച്ചതുകൊണ്ട് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്.